ഹായ് ഹലോ. ഇതൊന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അതിന് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളൊരു കുഞ്ഞ് പർച്ചേസിന് പോയൊരു വ്ളോഗാണ്. സംഭവം വന്നിട്ട് ഞാനിങ്ങനെ വർക്കിനുള്ള കാശൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഗോൾഡോ കുഞ്ഞ് കമ്മൽ, മൂക്കുത്തി അങ്ങനെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർക്കിന് വേണ്ടിയിട്ട് കിട്ടിയ കാശ് ഞാനത് കൂട്ടി വെച്ചിട്ട് മോൾക്കൊരു തള മേടിക്കണമെന്നുണ്ടായിരുന്നു. തള മേടിക്കാനായിട്ട് പോത്തീസ് സ്വർണ്ണ മഹാളിലേക്ക് പോവുകയാണ്. ഇതിനു മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് സിൽവർ എടുത്തു. കുഴപ്പമൊന്നുമില്ല, നല്ല സിൽവറാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് തള അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച്. ആദ്യം എടുത്തതൊരു ഞങ്ങൾക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ആദ്യം നോക്കിയത് വന്നിട്ട് ഒരു 4000 സംതിങ് ഉള്ളൊരു തളയായിരുന്നു. അതെടുത്താൽ മതിയായിരുന്നു. കാര്യം ഞങ്ങൾ എമൗണ്ടൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും വലിയ ഡിഫറൻറ്റ് തോന്നിയില്ല. അത് ഇച്ചിരി വെയിറ്റും ഉണ്ട്. രണ്ടാമത് ഞങ്ങൾ മേടിച്ചത് വെയിറ്റ് കുറവായിരുന്നു. ഞാൻ ആ തളയുടെ വീഡിയോ ഇടാം കേട്ടോ. പക്ഷെ അത് നല്ല തളയായിരുന്നു. എന്താ പറയുക, വെയിറ്റും ഉണ്ടായിരുന്നു. എനിക്കത് ആദ്യം ഇഷ്ടപ്പെട്ട തള അതായിരുന്നു. പിന്നെ എന്താ പറയുക, ഞങ്ങൾ രണ്ടാമത് എമൗണ്ട് കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊന്ന് എടുത്തതാണ്. എന്നാലൊരു ശരിക്കും ഒരു 1000 പോലും ഇല്ല, 1000 ഒരു വ്യത്യാസം പോലും ഇല്ല. അതിനെടുത്താൽ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണ എടുത്തത് കുഴപ്പമൊന്നുമില്ല, ഭംഗിയുള്ളത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കയ്യിലൊരു സിൽവർ കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിൽവർ കോയിൻ കൊടുത്ത് അപ്പോൾ ഒരു 1000 സംതിങ് അതിൽ മൈനസായി. അപ്പോൾ 3000 സംതിങ് ആയിരുന്നു രണ്ടാമത് എടുത്ത തള. 1000 സംതിങ്ങിൻ്റെ ഡിഫറൻറ്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെടുത്താൽ മതിയായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ, ഇടയ്ക്ക് അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ. പിന്നെ ഞങ്ങൾ അടുത്ത പോത്തീസിൽ കയറി, സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു, ഞാനെപ്പോഴും മാർജിൻ ഫ്രീയിൽ പോയാണ് സാധനങ്ങൾ എടുക്കാറ്. അപ്പം അവിടെ നിന്ന് എടുക്കുന്നതാണ് ലാഭമെന്ന് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഈ ഓഫർ ഇടുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം, നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം. എന്താ പറയുക, മോൾക്ക് നൂല് കെട്ടിന് ഗോൾഡ് തള ഉണ്ടായിരുന്നു. പക്ഷെ അത് ചപ്പിപ്പോയി. അത് ഇവിടുന്ന് എടുത്ത് തന്നെയാണ്, പോത്തി സ്വർണ്ണ മഹാളിന് അടുത്ത് തന്നെയാണ്. അത് ചപ്പിപ്പോയി. അപ്പോൾ ഞങ്ങൾ കാല് പ്ലെയിനായിട്ട് കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഇടണമെന്ന് വിചാരിച്ച് കരുതി അങ്ങനെ വർക്കിൻ്റെ കാശ് കൂട്ടിയാണ് ഞാൻ തള മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ അമ്മൂസിൻ്റെ കാലിൽ ആ തള ഇട്ട് കണ്ടപ്പോൾ. അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെ വർക്ക് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കാശുകൾ കൂട്ടി ഇനിയും മേടിക്കും. എനിക്കൊരു പ്ലെയിൻ നോസ് റിങ് കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം മോൾക്ക് കിട്ടിയ കുറച്ച് കുഞ്ഞു മോതിരങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. പിന്നെ ഈ തളയിൽ ഇങ്ങനൊരു സംഭവം വന്നുകൊണ്ട് പിന്നെ വല്ലാണ്ടായി. പിന്നെ എപ്പോഴും എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ പ്ലെയിൻ നോസ് റിങ് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഈ അമാര ചോയ്സ് അവിടെ ഞാനുണ്ട് എന്നൊരു വീഡിയോ കണ്ടു. ഇനി എന്തായാലും അവിടെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അതിനൊരു വ്ളോഗ് ഞാൻ പിന്നെ ഇടാം കേട്ടോ. ഞാൻ രണ്ടാമത്തെ സൈഡിലും മൂക്ക് കുത്തിയിരുന്നതാണ്. ഒരിക്കൽ കുത്തി, അത് ഇച്ചിരി പഴുത്തു. പിന്നെ വീണ്ടും അത് മാറിയിട്ട് വീണ്ടും കുത്തി, അതും പഴുത്തു. അത് കഴിഞ്ഞ് അത് ഊരി വെച്ചിട്ട് പിന്നെ ഞാൻ ജോസ്കോയിൽ പോയി ഗൺ ഷോട്ട് അടിച്ചു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇച്ചിരി ഉണങ്ങി വന്നപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി. പിന്നെ ആ ടൈമിൽ ഒരു 8 മന്ത് വരെയൊക്കെ ഇട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഊരാണ്ട് ചെറിയൊരു ബമ്പ് അകത്ത് വന്നപ്പോഴത്തേക്കും അത് ഊരി. അപ്പോൾ ഇനി ഒന്നുകൂടെ കുത്തണം. വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് അറിയാം, ഒന്ന് ക്ഷമിക്കണം. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത് വരുന്ന വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.